അതിൻ്റെ ഉള്ളിലായിരുന്നു കെട്ടിയത്. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. അപ്പോൾ കുട്ടി ഇവിടുന്ന് കരഞ്ഞു. പിന്നെ 2 തള്ളപ്പശു ഉണ്ടായിരുന്നു. ഓഹോ, ആ ബഹളത്തിലാണ് ഞങ്ങൾ ചാടി എടുത്തുമ്പോഴേക്കും അവിടുന്ന് പുള്ളി ഇതിൽ ഓടിയാ വഴിക്കൂടെ ഓടിയായിട്ട് കണ്ടോ? ആ പെണ്ണുകൾ കണ്ടു ആണല്ലേ, പുലി തന്നെയല്ലേ? ഇവിടെയാണ് കിടന്നത്. ഇവിടെ ഇവിടെ കിടന്നല്ലേ? അങ്ങോട്ട് ചാടി ഈ ഇതിങ്ങോട്ട് വലിച്ച് ഇതാക്കിയിട്ട് ഇങ്ങോട്ട് കടന്നളഞ്ഞു. മറ്റേ ഇവിടെ നിന്നാണ് പിടിച്ചത്. ഇവിടുന്ന് ഇതിൻ്റെ അകത്തോടെ വലിച്ച് പുറത്തേ അടിച്ചു. പുറത്ത് അടിച്ചു. ഇതൊക്കെ ഇവിടെ ഫുള്ള് വലിയ മുറിവായി പോയി. കടിച്ചിട്ടുണ്ടല്ലേ? 2 പല്ല് ഇവിടെ പുറത്ത് ആണല്ലേ? ലോക്ക് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഇത് പിടുത്തം അത് പൊട്ടിപ്പോയില്ലേ? ആ ലോക്കിന്റെ ആ സിമെന്റ് പൊട്ടിച്ച്. 2 മണിയായപ്പോ ഞാൻ എണീറ്റായിരുന്നു. അത് കഴിഞ്ഞ് 2:30 ആയപ്പോഴാണ് കിടാവ് കരയുന്ന വെച്ചേക്കുന്നത്. ഞാൻ ഇറങ്ങി നോക്കിയിട്ട് ഇവിടെ വരെ വന്നായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ നോക്കി ടാർപ്പായ കാരണം കാണില്ലായിരുന്നു. ഇപ്പുറത്ത് വന്നു. ഒരു സാധനം അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ഓടുന്നു. പുലി തന്നെയാണ്. പന്നിശല്യം, പന്നി, കാട്ടാട്, മയില്, പന്നിശല്യം, അങ്ങനെ ആനശല്യം ഉണ്ട്. ചക്ക സീസണൊക്കെ കഴിഞ്ഞാൽ ആനശല്യം ഉണ്ട്. പന്നിശല്യമാണ് അതിനും കാട്ടിയോ. ഒരു കപ്പാട്, ഇതൊക്കെ കപ്പാട്ട് തന്നെ കുടുങ്ങി പോയിട്ടുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ ചെല്ലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുപ്പൈനാട് പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണിത്. ഇന്ന് വെളുപ്പിന് ഈ ഒരു പ്രദേശത്ത് ഒരു കർഷകൻ്റെ കിടാവിനെ ഒരു വന്യജീവി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പുലിയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഒന്ന് അന്വേഷിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മേഖല കൂടുതലും എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുലിയുടെ മറ്റ് ജീവികളുടെയൊക്കെ ശല്യമുണ്ട്. പലപ്പോഴും ഇവിടുന്ന് ആടുകളെ പിടിച്ച കേസുകളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട്. ഏതായാലും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. നമുക്ക് ആ ഒരു പ്രദേശം ഒന്ന് നേരിട്ട് കാണാം കേട്ടോ. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. തികഞ്ഞ ജനവാസ മേഖലയാണ്. ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ എല്ലാ സൈഡിലും വീടുകളാണ്. അങ്ങോട്ട് അവിടെയും വീടുകളാണ്, ഇവിടെയും വീടുകളാണ്. ഇവിടെയൊക്കെ ചുറ്റോട് ചുറ്റും വീടുകളാണ്. പക്ഷേ തോട്ടങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം വന്യജീവികളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോകാം കേട്ടോ. ഈ വീട്ടിലെ പശുക്കിടാവിനെയാണ് പുലി പിടിച്ചിരിക്കുന്നത്. പുലിയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഏതായാലും നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? പ്രഭാരം. ഇത് ഇന്നലെ രാത്രി എത്ര മണിയാകുമ്പോൾ? 2 മണിക്ക്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? അത് കൂട്ടിൽ അതിൻ്റെ ഉള്ളിലായിരുന്നു കെട്ടിയത്. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. അപ്പോൾ കുട്ടി ഇവിടുന്ന് കരഞ്ഞു. പിന്നെ 2 തള്ളപ്പശു ഉണ്ടായിരുന്നു. ഓഹോ, ആ ബഹളത്തിലാണ് ഞങ്ങൾ ചാടി എടുത്തുമ്പോഴേക്കും അവിടുന്ന് പുള്ളി ഇതിൽ ഓടിയാ വഴിക്കൂടെ ഓടിയായിട്ട് കണ്ടോ? ആ പെണ്ണുകൾ കണ്ടു. ആണല്ലേ, പുലി തന്നെയല്ലേ? ഈ കൂട്ടിലാ? ഈ കൂട്ടിലാണ് സംഭവം നടന്നത്. ഇതിപ്പോൾ നല്ല ഗ്രില്ലൊക്കെ അടിച്ച അതൊക്കെ അടിച്ചാണ്. നല്ല ഗ്രില്ലൊക്കെ അടിച്ചാൽ ഗ്രില്ല് ചെയ്ത് നല്ല അടച്ചുറപ്പുള്ള കൂടാണല്ലോ. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇത് ചാടിച്ചേ? എങ്ങനെ ചാടി കയറിയെന്ന് അറിയില്ല. ഇവിടുന്ന് ഇവിടെയാണ് കെട്ടിയത്. ഇതിലാണ് കെട്ടിയത്. ഇവിടെയാണ് കിടന്നത്. ഇവിടെ ഇവിടെ കിടന്നല്ലേ? അങ്ങോട്ട് ചാടി ഈ ഇതിങ്ങോട്ട് വലിച്ച് ഇതാക്കിയിട്ട് ഇങ്ങോട്ട് കടന്നളഞ്ഞു. മറ്റേ ഇവിടെ നിന്നാണ് പിടിച്ചത്. ഇവിടുന്ന് ഇതിൻ്റെ അകത്തോടെ വലിച്ച് പുറത്തേ അടിച്ചു. പുറത്തേ അടിച്ചു. ഓ, ഇതെങ്ങനെ ഊരാൻ പറ്റുന്ന സാധനം ഇത്? ഇല്ല, അങ്ങനെ തുറക്കാം. ഇത് ലോക്കല്ലായിരുന്നു? ലോക്ക് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഇത് പിടുത്തം പൊട്ടിപ്പോയില്ലേ? ലോക്കിന്റെ ആ സിമെന്റ് പൊട്ടിച്ച്. സിമെന്റ് പൊട്ടിച്ചു. സിമെന്റ് പൊട്ടിച്ചിട്ട് ലോക്ക് ഊരിയിട്ട് ഇവിടെയൊക്കെ ചോരയുണ്ടായിരുന്നു രാവിലെ. ആണല്ലേ? എത്ര? 2 വലിയ പശുവും ഒരു കിടാവൂല? കിടാവ്. 2 കറവില്ല. 2 കറക്കുണ്ട്. ആണല്ലേ? ഇതിന് മുന്നേ ഇവിടെ ഇങ്ങനെ പുലിയിടാൻ പ്രശ്നമില്ല. അവിടെ ഒരു ആടിനെ പിടിച്ചായിരുന്നു ആ മേലെ വീട്ടിൽ കുറെ കാലം മുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശല്യമില്ല. പിന്നെ ആ ഈസി രാജൻ്റെ ഒരു പട്ടീനെ വീട്ടിലുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എന്നാൽ ഈ പരിസരത്ത് ഇത് പുലിയുടെ ശല്യം ഉണ്ട് അല്ലേ? എന്താ ഇതിലാ ഇറങ്ങിപ്പോയത്? ഇതിലിറങ്ങിപ്പോയെ? എന്താ ചവിട്ടുപാട് ഉണ്ടായിരുന്നു. ഇപ്പം മഴ കൊണ്ട് കാണില്ല. ഇതിലെങ്ങനെ ഇതിലാ വന്നിട്ട് ഇതിലിറങ്ങിപ്പോയി. പോയതല്ലേ? ഇവിടെ ഇതൊക്കെ അതിൻ്റെ ചവിട്ടുപാട്. മഴ പെയ്തുകൊണ്ട്
ആ ഉണ്ട് ഉണ്ട്. എന്താ അതിലൊക്കെ ഉണ്ട്. ഇതിലിങ്ങനെ വന്നിട്ട് ഇതിലിറങ്ങിയിട്ട് പുറത്തോട്ട് പോയി അല്ലേ? ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഇതിലിറങ്ങി ഈ വഴിക്കൂടെ തന്നെ പോയാൽ? ആ ഇവിടെ വരെ ചവിട്ട് രാവിലെ കണ്ട് മഴ കൊണ്ട് ഒക്കെ പോയി. ആൾക്കാർ ഇറങ്ങിപ്പോയി അതിൽ കൂടെ. ഇത് നേരെ അങ്ങോട്ട് പോയില്ല, ഇതിൽ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ടാണ് പോയി. ഈ പറമ്പിൽ കൂടെ ഇങ്ങനെ അല്ല പോയിട്ടുണ്ടോ? ആ വഴി കൂടെ ആ ഇതിലെ പോയിട്ട് ഇങ്ങനെ നേരെ പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ എന്താ ഫോറസ്റ്റുകാർ ഫോറസ്റ്റുകാർ രാത്രി തന്നെ വന്നായിരുന്നോ? ആ രാത്രി വന്നാൽ അവർ പടക്കമൊക്കെ പിടിച്ചിട്ട് പോയി. അല്ലേ? എന്താ പറഞ്ഞവർ? അവരിന്ന് രാവിലെ 2 ആൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ല അവരെന്താ പറഞ്ഞ നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും? നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഈ പോസ്റ്റ്മോർട്ടം ചെയ്തോ? ഇല്ല, പോസ്റ്റ്മോർട്ടം ഡോക്ടർ പറഞ്ഞാൽ ചെറുതായി ചെയ്യണ്ട, ഞാൻ എഴുതിക്കൊള്ളാം. എഴുതാന്നല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൂട്ടിക്കിടന്ന് പശുക്കിടാവിനെയാണ് പുലി പിടിച്ചത് കേട്ടോ. ഈ കാണുന്ന ഇതൊക്കെ ഇട്ട് കിടക്കാൻ വേണ്ടി ഇട്ടായിരുന്നു അവിടെ. അതിലൊക്കെ ചോരയായിട്ട് ഇങ്ങോട്ട് പറ്റും. ആണല്ലേ? എന്തൊക്കെ പരിക്ക് എന്തായിരുന്നു അത് ഞാൻ ചോദിച്ചു. പരിക്കപ്പെടെ ഫുള്ള് വലിയ മുറിവായി പോയി. ആണല്ലേ? കടിച്ചിട്ടുണ്ടല്ലേ? 2 പല്ല് ഇവിടെ പുറത്ത്. ആണല്ലേ? നിങ്ങൾ കണ്ടപ്പോൾ തന്നെ പശുക്കിടാവ് കരഞ്ഞു. അപ്പം തന്നെ കൂട്ടിൽ ഞാൻ കയറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്തി. ആണല്ലേ? നിങ്ങൾ എടുക്കുമ്പോൾ ജീവനുണ്ട്? ആ ചെറുതായിട്ടുള്ളൂ. അപ്പോഴേക്കും അരമ്പ് ഇവിടെയൊക്കെ പൊട്ടിപ്പോയി, ഇങ്ങനെ തൂങ്ങിപ്പോയി. അതെ. ഇത് കറവുള്ള അപ്പം അതിൻ്റെ കറവേനെ എന്തായാലും ബാധിച്ചത്? ഇല്ല, കറന്ന് വായിച്ചിട്ടില്ല. കുട്ടി വേണ്ട കറക്കാൻ. അല്ല ഞാൻ ചോദിച്ചേ, പേടിച്ചിട്ട് വല്ലതും പാല് കുറഞ്ഞു? ഇന്ന് കുറച്ച് പാല് കുറവുണ്ട്. കുറവുണ്ടല്ലേ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പടക്കം പൊട്ടിച്ചില്ല ഇന്നലെ, പേടിച്ച് കഴിഞ്ഞാൽ പാല് കുറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് പശുവിനെ വളർത്തുന്നു? കുറേ കാലമായി പശുവിനെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മേടിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഒരു 6-8 മാസമായി മേടിച്ചിട്ട്. വാങ്ങിയിട്ടാ? അതിന് കൂടി ഇങ്ങനെ വരാൻ സംഭവിക്കുമ്പോൾ തന്നെ ഈ കൃഷി വേണ്ട നിൽക്കണം. അതാണ് ഇത്രയും അടച്ചിറപ്പുള്ളൊരു കൂടായിട്ട് പോലും അല്ലേ? എല്ലാം അതൊക്കെ അടയ്ക്കും ഞാൻ രാത്രിക്ക്. അതെ അതെ. ചാണകത്തിൻ്റെ അതെ, അതൊക്കെ അടയ്ക്കും. ഇത്രയും അടച്ചിറപ്പുള്ളൊരു കൂടുണ്ടായിട്ട് പോലും സാധാരണഗതിയിൽ ഇത് ഈ കയറൊക്കെ ഇട്ട് ഞാൻ കെട്ടിയ പശു തള്ളുന്നതിന് ഈ കയറൊക്കെ പൊട്ടിച്ചളഞ്ഞു. ഇത് വലിയ കയറുണ്ട്. ഇതിങ്ങനെ ഇതിങ്ങനെ കൂട്ടി കെട്ടിയ 3-4 മടക്കാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കെട്ടുന്നല്ലേ? ഇതിങ്ങനെ കൂട്ടി കെട്ടും രാത്രി. അതൊക്കെ പൊട്ടിച്ചളഞ്ഞു. അതൊക്കെ ഇട്ടിച്ചല്ലേ? അതിൻ്റെ കൂടെ ഇത് അതിൽ കൂടെ വച്ച് അത് ഇട്ടിട്ടുണ്ടായിരുന്നു? അതൊക്കെ ഇട്ടായിരുന്നു, കൊടുത്തൊക്കെ ഇടും. അതായത് എത്ര ഇതാക്കി വെച്ചാലും ഈ സാധനം കയറാനുള്ളത് കയറൂലേ? പിന്നെ ലൈറ്റും ഉണ്ട്, സമയത്ത് ലൈറ്റ് ഇടും. അവിടെയൊക്കെ ചോര ഉണ്ടായിരുന്നു രാവിലൊക്കെ. വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ചോര വെള്ളം ഒഴിച്ച് കളഞ്ഞാലേ? നല്ല ആഴത്തുള്ള മുറിവായിപ്പോയി ഇവിടെ പിടിച്ച് കഴിച്ചനല്ലേ? അത് ആ കയറിലൊക്കെ കെട്ടിയിട്ട് കിട്ടും ഞാൻ. ഇതായിരുന്നു കയറ്? ഇതിലാണ് കെട്ടിയിട്ടത്. ഇത് പൊട്ടിക്കാൻ പറ്റിയില്ല. ഇത് എത്ര ദിവസം പ്രായമുള്ള? ഇത് 18 ദിവസം ഉണ്ടായതുള്ളൂ അല്ലേ? ഈ കയറില കെട്ടിയിട്ടില്ല? കെട്ടിയ ആ കമ്പിയിൽ കെട്ടിയിട്ട് ഉള്ളിലേക്ക് കിടത്തിയതാ. ഈ പശുക്കിടാവിൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ അതിൽ? ഫോട്ടോ അവരടുത്ത് ഉണ്ടാവും അല്ലേ? ഇവരടുത്ത് ഉണ്ടോന്ന് അറിയില്ല. അവിടെയാണ് കുഴിച്ചിട്ടത്. എവിടെ? അവിടെ കുഴിച്ചിട്ടല്ലേ? ആ തെങ്ങിൻ്റെ കുറച്ച് ഇവിടെ ആദ്യമായിട്ട് അത് ഇവിടെ നമ്മളെ സ്ഥലത്ത് ആണല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? ബിന്ദു. ഇന്നലെ രാത്രി എത്ര മണിയാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലേ സംഭവം? 2 മണിയായപ്പോൾ ഞാൻ എണീറ്റായിരുന്നു. അത് കഴിഞ്ഞ് 2:30 ആയപ്പോഴാണ് കിടാവ് കരയുന്ന വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും മറ്റേ പശുവും കൂടെ എല്ലാം കൂടെ കരച്ചിലായി. നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് പുലി ഇങ്ങനെ ഇറങ്ങി ഓടുന്നു. ചേച്ചി ആദ്യം ഇറങ്ങി നോക്കിയല്ലേ? ഞാൻ ഇറങ്ങി നോക്കിയിട്ട് ഇവരെല്ലാം ചേച്ചി ഇവിടെ വരെ വന്നായിരുന്നു? ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ നോക്കി ടാർപ്പായ കാരണം കാണില്ലായിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് വന്നു നോക്കി. ഈ തിണ്ണൽ വന്നു? ഇവിടെ തിണ്ണൽ വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ടുല്ലേ? കണ്ടു. അപ്പോൾ അടുത്ത് പോകുമ്പോൾ ആ ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിരുന്നല്ലേ? ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സാധനം അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ഓടുന്നു. കറക്റ്റ് കണ്ടു. പുലി തന്നെയല്ലേ? വലിയതല്ലേ? വലിയതാണ്. നല്ല വലിപ്പമുണ്ട്. ഇപ്പം എത്ര നാളായി നിങ്ങൾ പശുക്കളെയൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട്? ഒരുപാട് കാലമായി. പശു ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇതുവരെ ഇങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഈ ജനവാസ മേഖലയിൽ പുലി വരാനായിട്ട് അടുത്ത് ഫോറസ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, അപ്പുറത്തേക്കൊക്കെ എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റുകളല്ലേ? എസ്റ്റേറ്റുകൾ കാട് പിടിച്ച് പുഴ സൈഡ് കാട് പിടിച്ച് കിടക്കുന്ന എസ്റ്റേറ്റ് കാട് പിടിച്ച് കിടക്കുന്നത് ഒരു കാരണമാണെന്നല്ലേ? കുറച്ചുകാരെന്തെങ്കിലും പറഞ്ഞോ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമൊക്കെ? കൊടുക്കാൻ പറഞ്ഞായിരുന്നു. കിട്ടുമല്ലേ?
ഒരു 18 ദിവസം പ്രായമുള്ള അല്ലേ? 18. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സനൂപ്. ഈ പ്രദേശത്ത് ഇങ്ങനെ വന്യമൃഗ പ്രശ്നങ്ങളുണ്ട്? ഇവിടെ വന്യമൃഗ ശല്യം ഭയങ്കര കൂടുതൽ തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5-6 മാസം മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് പിടിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത് ഒരു കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ വീടിൻ്റെ അടുത്ത് കൂടെ തന്നെ ചാടിപ്പോയാൽ കണ്ടവരുണ്ട്. ഓഹോ, മൊത്തത്തിൽ ശല്യം തന്നെയാണ് എല്ലായിടത്തും. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാ പിടിച്ച? പശു ആടിനെ പിടിച്ചല്ലേ? എൻ്റെ വീട്ടിൽ ആടിനെ പിടിച്ച് വാന്തിയിട്ട് പോയി, ഒന്നിന് പിടിച്ചുകൊണ്ടുപോയി. ശല്യം തന്നെയാണ്. അന്ന് ഈ ഫോറസ്റ്റുകാർ വന്ന് നോക്കി പോകാന്നല്ലാണ്ട് വേറെ വേണ്ട നടപടി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അന്നും പുലി തന്നെ വന്ന് സ്ഥിതി ഇത് പോയതാ. ഇപ്പം ഇത്ര നാൾ ഈ പ്രശ്നങ്ങളുണ്ടായിട്ട് കൂട് വെക്കാനൊന്നും നോക്കിയില്ലല്ലോ? ഇല്ലല്ലോ, നോക്കിയിട്ടില്ല. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇത് കുറേ നാളായിട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ തന്നെ കറങ്ങുന്നുണ്ട്. മൊത്തത്തിൽ കുന്നിലായിട്ട് ഈ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ പിടിച്ചിരുന്നു. അന്നും ഫോറസ്റ്റുകാർ വന്ന് നോക്കിപ്പോയി. അത് കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ കോഴി പിടിച്ചു പോയി. അന്ന് നോക്കിപ്പോല്ലാണ്ട് വേണ്ട ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ തൊട്ടടുത്ത് ഫോറസ്റ്റ് എവിടെയുള്ള? ഫോറസ്റ്റ് മീൻമുട്ടി കാടുണ്ട്. നിലമ്പൂരി തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ഈ എസ്റ്റേറ്റ് ഒക്കെ ഉള്ളത് അതൊരു പ്രശ്നമാണ് തോന്നുന്നു. കാപ്പിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. അത് ഉപയോഗിക്കാതെ കിടക്കുന്ന എസ്റ്റേറ്റുകളുണ്ടോ? ഉപയോഗിക്കാതെ കിടക്കുന്ന എസ്റ്റേറ്റ് ഒന്നുമില്ല. എല്ലാം പണി ഉപയോഗിക്കുന്ന എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ കൃഷി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൃഷി കാര്യങ്ങൾ ഒഴിവുണ്ടാവും. അതുമാതിരി പന്നിശല്യം, പന്നി, കാട്ടാട്, മയില്, പന്നിശല്യം, ആനശല്യം ഉണ്ട്. ചക്ക സീസണൊക്കെ കഴിഞ്ഞാൽ ആനശല്യം ഉണ്ട്. പന്നിശല്യമാണ് അതിനും കാട്ടിയോ. അന്ന് ഒരു കപ്പാട ഇതൊക്കെ കപ്പ കാട്ടിട്ട് തന്നെ കുടുങ്ങി പോയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി കാര്യങ്ങൾ കെട്ടിയിട്ട് ഒക്കെയാണ് ഇതാക്കുന്നത്. ഈ പ്രദേശം കൂടുതലും കൃഷി മേഖലകൾ തന്നെയാണ്. കൃഷി മേഖലയാണ് അത് കൂടുതൽ. ക്ഷീരമേഖലയാണോ? ക്ഷീരമേഖലയും കൃഷി മേഖലയും ഉണ്ടല്ലേ? എല്ലാ വീട്ടിലും പശു കാര്യങ്ങളൊക്കെ ഉണ്ട്. പശു കാര്യങ്ങൾ, ആട് കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ? ഇതെന്താണ് നിങ്ങളുടെ നാട്ടുകാരുടെ ഒരു ആവശ്യം എന്താണ് ശരിക്കും? ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ട നടപടി കാര്യങ്ങൾ ചെയ്ത് പുലി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുക, വരാതെ നോക്കുക. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ കുറച്ചായില്ലേ ഇതിങ്ങനെയല്ല? കുറേ കാലമായി. ഇതിവിടുന്ന് നേരെ തമിഴ്നാട് ബോർഡർ, ഇവിടുന്ന് ഇട്ടയ തൊട്ടപ്പുറത്ത് ബോർഡർ കയറി അപ്പുറത്തും പിടിക്കുന്നുണ്ട്. പക്ഷെ അത് അടുത്തടുത്താണ്. ഒരു 200 മീറ്ററേ ഉള്ളൂ തമിഴ്നാട്ടിൽ. തൊട്ടപ്പുറത്ത് പറഞ്ഞ ആൾക്കാരറിയാം. അപ്പുറത്ത് കാണാൻ തമിഴ്നാടാ. അപ്പുറത്ത് അക്കരക്കുന്നിലും പിടിക്കുന്നുണ്ട്, ഇക്കരക്കുന്നിലും ചാടുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഭാഗത്തുനിന്നായിരിക്കും വരുന്നത് അല്ലേ? തമിഴ്നാട് ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് തന്നെ വരുന്നത്. നിലമ്പൂർ ബസ് തന്നെയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ബസ് തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ പിടിച്ചതിനെ ഇവർ കൂട് വെക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ വന്ന് നോക്കി പോയിട്ടുണ്ട്. അല്ലേ? ക്യാമറ വെക്കാമെന്ന് കണ്ട് പറഞ്ഞു കേട്ടെ. അങ്ങനെ അതല്ലാണ്ട് ഇപ്പോൾ വേറെ ചെയ്ത് പറഞ്ഞിട്ടുള്ളവർ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു കർഷകൻ്റെ വീട്ടിൽ പോയി നമ്മൾ ആ ഒരു സംഭവം നടന്നത്, അതായത് പുലി പശുക്കിടാവിനെ പിടിച്ച് ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടു. പുലിയാണെന്ന് തന്നെയാണ് അവരോട് സംസാരിച്ചതായിട്ട് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ഈ പ്രദേശത്ത് പുലിയുടെ ശല്യം നിരന്തരമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെല്ലാവരും അറിയിക്കുന്നതും അല്ലെങ്കിൽ അവരെല്ലാവരും സംസാരിക്കുന്നതും. കുറേ 1-2 വർഷമായിട്ട് ഈ ഒരു പ്രദേശത്ത് പുലിയുടെ ശല്യം ഉണ്ടായിട്ടും അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതും അവർ പറയുന്ന മറ്റൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖല എന്ന് പറയുന്നത് കൃഷി മേഖലയാണ്, പ്രത്യേകിച്ച് ക്ഷീരമേഖലയാണ്. അപ്പോൾ ആ കർഷകരൊക്കെ പാലുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കൃഷി മേഖലകളിലൊക്കെ ഇതുപോലെയുള്ള വന്യജീവികളൊക്കെ ഇറങ്ങി ഇങ്ങനെ വേദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈനംദിന ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന വലിയ വിഷയം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിന് അടിയന്തര പരിഹാരം കാണണം എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതിന് പരിഹാരം കാണുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.